ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ UGC നെറ്റ് എക്സാമിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. NTA 2018 ഡിസംബർ മുതലാണ് നെറ്റ് എക്സാം നടത്തി വരുന്നത്. ഇത് 2 സൈക്കിൾസ് ആയിട്ടാണ് വർഷത്തിൽ നടത്തുന്നത്. ജൂൺ സൈക്കിളും ഡിസംബർ സൈക്കിളും. നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ നെറ്റ് എക്സാം എഴുതുന്നതിലൂടെ നമുക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്ന് പറയുന്ന ജോലിയിലേക്കുള്ള ക്വാളിഫിക്കേഷൻ കിട്ടും. നമ്മൾ ഈ നെറ്റ് എക്സാം എഴുതി കഴിയുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുള്ള ടോപ്പ് 1% ആളുകൾ, ഏറ്റവും മാർക്കുള്ള 1% ആളുകളെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് JRF ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഫെലോഷിപ്പിന് അവരെ അവാർഡ് ചെയ്യപ്പെടും. അവർക്ക് മാസം മാസം ഫിനാൻഷ്യൽ സപ്പോർട്ട് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യും. റിസർച്ച് ചെയ്യുന്ന ഫുൾ ടൈം റിസർച്ച് ചെയ്യുന്ന ആളുകൾക്കാണ് ഈ ഒരു JRF ഉപകാരപ്പെടാൻ പോകുന്നത്. അതിന് താഴെയുള്ള ഒരു ഏകദേശം ഒരു 6% ആളുകളെയാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ അഥവാ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളുകളായിട്ട് സെലക്ട് ചെയ്യപ്പെടുന്നത്. അതിനും താഴെ കട്ട് ഓഫിൽ വരുന്ന കുറച്ച് പേർക്ക് അഡ്മിഷൻ ടു PhD എന്ന് പറയുന്ന പുതിയൊരു ക്വാളിഫിക്കേഷൻ കൂടി ഇപ്പം നെറ്റ് എക്സാമിൻ്റെ കൂടെ വരുന്നുണ്ട്. അതായത് നമ്മൾ റിസർച്ച് അഥവാ PhD ചെയ്യാൻ വേണ്ടിയിട്ട് എൻട്രൻസ് എക്സാം പിന്നീട് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഈ നെറ്റ് എക്സാം എഴുതുമ്പോൾ അഡ്മിഷൻ ടു PhD നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻട്രൻസ് എക്സാം ഇല്ലാതെ തന്നെ നമുക്ക് റിസർച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇനി PG മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഏതൊരാൾക്കും നെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാം. പക്ഷേ അവരൊരു മിനിമം മാർക്ക് പറയുന്നുണ്ട്. ജനറൽ കാറ്റഗറി ആണെങ്കിൽ PGക്ക് 55% മാർക്കും റിസർവേഷൻ കാറ്റഗറി ആണെങ്കിൽ 50% മാർക്കും വേണം. അതോടൊപ്പം തന്നെ ഫൈനൽ ഇയർ PG സ്റ്റുഡൻസിനും ഈ എക്സാമിന് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഈ ഒരു എക്സാമിൻ്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ പേപ്പർ 1ഉം പേപ്പർ 2ഉം ഉണ്ട്. പേപ്പർ 1ൻ്റെ പേര് ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്നാണ്. ഇതിൽ 50 ചോദ്യങ്ങളുണ്ട്. ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതം. നെഗറ്റീവ് മാർക്ക് ഇല്ല. അപ്പോൾ ആകെ 100 മാർക്കിനാണ് പേപ്പർ 1. ഇത് ജനറൽ പേപ്പറാണ്. ഇതിലാകെ 10 യൂണിറ്റുകളാണുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് നമുക്ക് അവൈലബിൾ ആണ്. അടുത്തത് പേപ്പർ 2 എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റാണ്. അതിൽ നിന്നും 100 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഓരോന്നും 2 മാർക്ക് വീതം. അപ്പോൾ ആകെ നമ്മുടെ ജനറൽ പേപ്പറിൽ നിന്ന് 100 മാർക്കും നമ്മുടെ സബ്ജക്റ്റ് പേപ്പറിൽ നിന്ന് 200 മാർക്കും. ആകെ 300 മാർക്കിനാണ് എക്സാം ഉള്ളത്. ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പേപ്പർ 1 ഇത്ര സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കണം, പേപ്പർ 2 ഇത്ര സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കണം, അങ്ങനെയൊന്നുമില്ല. ഈ 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാം. അത് മാത്രമല്ല, നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യായതുകൊണ്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തു, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതല്ല വേറെ ഓപ്ഷനാണ് കറക്റ്റ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മൗസ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഓപ്ഷൻ മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ നെറ്റ് എക്സാമിലൂടെ 3 തരത്തിലുള്ള ക്വാളിഫിക്കേഷൻസ് നമുക്ക് ലഭിക്കും. അതിൽ ഹയസ്റ്റ് മാർക്ക് നേടിയിട്ടുള്ള ആളുകൾക്ക് JRF എന്ന് പറഞ്ഞിട്ടുള്ള ഫെലോഷിപ്പ്, അതിൻ്റെ താഴെ വരുന്ന ആളുകൾക്ക് നെറ്റ് എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ, കോളേജുകളിൽ അധ്യാപകരാവാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ നമുക്ക് അതോടുകൂടി ലഭിക്കും. അതിനും താഴെ വരുന്ന ആളുകൾക്ക്, മാർക്ക് കിട്ടുന്ന ആളുകൾക്കാണ് PhD, അതായത് എൻട്രൻസ് എക്സാം ഇല്ലാതെ തന്നെ റിസർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി JRF കിട്ടിക്കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറയുന്നത് അവർക്ക് 37,000 പെർ മന്ത്ലി ഫെലോഷിപ്പ് ഉണ്ടായിരിക്കും. ആദ്യത്തെ 2 വർഷം അവർ ജൂനിയർ റിസർച്ച് ഫെലോ ആയിരിക്കും. ശേഷം അവർ സീനിയർ റിസർച്ച് ഫെലോ ആയി മാറുന്നു. അപ്പോൾ അവർക്ക് മാസത്തിൽ 42,000 രൂപ കിട്ടും. ഇതിനു പുറമെ ഹൗസ് റെന്റ് അലവൻസ്, കോണ്ടിജൻസി ഗ്രാൻഡ് എല്ലാം ഇവർക്ക് അവൈലബിൾ ആണ്. ഇനി നമ്മുടെ പേപ്പർ 1നെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ജനറൽ പേപ്പറാണ് പേപ്പർ 1. ഇതിൽ ആകെ 10 യൂണിറ്റുകളാണുള്ളത്. ഫസ്റ്റ് യൂണിറ്റ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ഇതിനകത്ത് നമ്മുടെ അധ്യാപന അഭിരുചികളെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സെക്കൻഡ് യൂണിറ്റ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. നമുക്കറിയാം ഇത് റിസർച്ചിന് JRF കിട്ടി കഴിഞ്ഞാൽ നമുക്ക്
റിസർച്ചിലോട്ട് പോവാം, അല്ലെങ്കിൽ PhD കിട്ടി കഴിഞ്ഞാൽ നമുക്ക് റിസർച്ചിലേക്കുള്ള ഒരു എൻട്രി കൂടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പരീക്ഷ എഴുതുന്ന ആള് റിസർച്ചിനെ കുറിച്ച് ബോധവാനായിരിക്കണം. മൂന്നാമത്തെ യൂണിറ്റ് കോംപ്രഹെൻഷൻ ആണ്. ഇതിൽ നിന്ന് സാധാരണയായിട്ട് ഒരു പാരഗ്രാഫ് തരും, അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ആ പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ്. അടുത്ത യൂണിറ്റ് വരുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. നമുക്കറിയാം, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് എൻട്രി ചെയ്യുന്ന ഒരു ആളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ, അല്ലെ, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. അടുത്ത യൂണിറ്റ് മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ഇതിൽ ചെറുതായിട്ട് മാത്തമാറ്റിക്കലായിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് വ്യത്യസ്ത ഏരിയകളിൽ നിന്നും. അടുത്തത് ലോജിക്കൽ റീസണിങ് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് ആണ്. ഇതിലും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അടുത്ത യൂണിറ്റ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ. ഇതിൽ സാധാരണയായിട്ട് ഒരു ടേബിൾ തരും, അതിനെ ബേസ് ചെയ്തിട്ട് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ ചിലപ്പം ആവറേജ് കാണാനായിരിക്കും, അല്ലെങ്കിൽ പെർസെൻറ്റേജ് കാണാനായിരിക്കും. അപ്പോൾ ആ ഒരു ടേബിളിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് നെക്സ്റ്റ് യൂണിറ്റ് ICT ആണ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. ദെൻ 9th യൂണിറ്റ് എന്ന് പറയുന്നത് PDE ആണ്, പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. ദെൻ ലാസ്റ്റ് യൂണിറ്റ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പേപ്പർ 1നെ കുറിച്ചൊരു ജനറൽ അവയർനെസ് എന്ന് പറയുന്നത്. ആകെ 10 യൂണിറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി പേപ്പർ 2ലും ഇതേപോലെ തന്നെ 10 യൂണിറ്റ് ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ സബ്ജക്റ്റിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ഇവിടെ ഇപ്പം ഞാൻ അറബിക് ആയതുകൊണ്ട് അറബിക്കിലെ 10 യൂണിറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇനി പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മളിതിൻ്റെ സിലബസ് പരിചയപ്പെടണം. ഓരോ യൂണിറ്റിലും ഡീറ്റെയിൽഡ് ആയിട്ട് എന്തെല്ലാം സബ് ടോപ്പിക്സ് ആണുള്ളതെന്ന് കൃത്യമായി മനസ്സിലാക്കണം. നമ്മൾ ഡെയിലി സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക. അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരമാവധി വർക്കൗട്ട് ചെയ്യുക, മാക്സിമം മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക, റിവിഷൻ നടത്തുക. ഇതെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മളൊരു എക്സാം നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ NTയുടെ വെബ്സൈറ്റിൽ നിന്നും നമുക്ക് ഓരോ അപ്ഡേഷൻസ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. മാത്രമല്ല നമ്മുടെ എക്സാമിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും ഈ വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. ഇനി അടുത്തൊരു റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സിലബസ് ആണ്. തീർച്ചയായിട്ടും സിലബസിനെയും അതുപോലെ തന്നെ PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെയും ഒരിക്കലും നമുക്ക് നിസ്സാരമാക്കി തള്ളിക്കളയാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ജനറൽ പേപ്പറിനാണെങ്കിലും സബ്ജക്റ്റ് പേപ്പറിനാണെങ്കിലും ഗൈഡുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം അതിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഗൈഡുകൾ, നല്ല ഗൈഡുകൾ, അത് നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഇനി എക്സാം ഡേക്കുള്ള ടിപ്സാണ്. നേരത്തെ എക്സാം ഹാളിലെത്തുക, അഡ്മിറ്റ് കാർഡ്, ID, അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോവുക, ടൈം മാനേജ്മെൻറ്റ്, വളരെ കൂളായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ഇതൊക്കെ പ്രധാനം തന്നെയാണ്. പിന്നെ പൊതുവെ എല്ലാവരും വരുത്തുന്നൊരു മിസ്റ്റേക്കാണ്, നമ്മുടെ സബ്ജക്റ്റ് പേപ്പറിൽ നന്നായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ PG കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ PG സെക്കൻഡ് ഇയർ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് വിഷയം നമ്മൾ നന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ടായിരിക്കും. പലപ്പോഴും നമ്മൾ പേപ്പർ 1നെ അത്ര പ്രാധാന്യത്തോടു കൂടി പഠിക്കാറില്ല. 2 പേപ്പറും, പേപ്പർ 1ഉം പേപ്പർ 2ഉം ഒരുമിച്ച് നല്ല രീതിയിൽ പഠിക്കുമ്പോൾ മാത്രമാണ്, പ്രത്യേകിച്ച് നമ്മൾ JRF എല്ലാം എയിം ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ അത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പഠിച്ചു പോയാൽ മാത്രം പോരാ, അത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യണം. നമ്മുടെ സമയത്തെ മാനേജ് ചെയ്തുകൊണ്ട് തിരക്കുകളും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യനെയും നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ തിരക്കുകൾക്കിടയിലും നമ്മുടെ നെറ്റ് എക്സാമിന് സമയം നമ്മൾ തന്നെ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പലപ്പോഴും കുട്ടികൾ ഇൻഡിവിജ്വലായിട്ട് വാട്സാപ്പിൽ മറ്റൊക്കെ സംശയം ചോദിക്കാറുണ്ട്, എന്താണ് നെറ്റ് എക്സാം, അതിലെന്താ ഉണ്ടാവുക, അത് നമ്മൾ എങ്ങനെ അതിനെ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.